വിശ്വാസ വീരനും ഉത്കണ്ഠ വരും. ദൈവം സംസാരിച്ച് ആമേൻ പിതൃഭവനത്തിനെയും ചാർച്ചക്കാരും വിട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ വരാൻ പറഞ്ഞ് എബ്രഹാമിന്റെ കാര്യം ഇവിടെ പറഞ്ഞത്, അദ്ദേഹത്തിനോട് പറഞ്ഞ ദൂതുകൾ, അദ്ദേഹത്തിനോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ ചെറുതല്ല, ആ ദൂതുകളുടെ നിവർത്തീകരണം ചെറുതല്ല. 25 വർഷത്തിന് ശേഷം ഹല്ലേലൂയ അദ്ദേഹത്തിന് കൊടുത്ത തലമുറയാ. അതിനെ ഹോമയാഗം കഴിക്കാൻ പറഞ്ഞു. അതിനുശേഷം ദൈവത്തിന്റെ കരുതൽ അവിടെ വെളിപ്പെട്ടു. ഇതിനെല്ലാം ശേഷം 37 വയസ്സായപ്പം ഇദ്ദേഹത്തിൻ്റെ അകത്തൊരു ഉത്കണ്ഠത. അപ്പം ഉത്കണ്ഠ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ നെഗറ്റീവ് സൈഡ് എടുക്കല്ലേ. നമ്മളെല്ലാം പിള്ളേരും കുഞ്ഞുങ്ങളും ഉള്ളവരല്ലേ, നമ്മുടെ അകത്ത് ഉത്കണ്ഠ വരാം. അങ്ങനെ ഉത്കണ്ഠയുള്ളവർ ഇതിനകത്തുണ്ട്. എന്നാൽ ആ ഉത്കണ്ഠത തുടരുമെന്ന് പറയാനല്ല ഞാനിവിടെ വന്നത്. ഹല്ലേലൂയ. അതിനകത്തൊരു ജയം നമുക്ക് കർത്താവ് തരാൻ പോവുക. ഹൃദയത്തിൻ്റെ അകത്തൊരു ഉത്കണ്ഠത. കർത്താവെ, എന്ന് നീ ഇത് ചെയ്യും, എന്ന് നീ ചെയ്യും. എത്ര നാളായിട്ട് ഞാൻ ദൂതുകൾ കേൾക്കുവാണ്, എത്ര നാളായിട്ട് ഞാൻ അതിനു വേണ്ടി ഒരുങ്ങുവാണ്. എന്നോട് കർത്താവ് പറഞ്ഞു, ഹല്ലേലൂയ ഹല്ലേലൂയ, എബ്രഹാമിൻ്റെ ഉത്കണ്ഠത എങ്ങനെ മാറിയോ, ഞാൻ അവൻ്റെ ഉത്കണ്ഠത അതുപോലെ മാറ്റാൻ പോവുകയാണ്. ഹലോ, ഉത്കണ്ഠ നിറഞ്ഞ ദൈവമക്കളെ, ഭാരം നിറഞ്ഞ ദൈവമക്കളെ, നീ വായും കൊണ്ട് പറ, നിന്റെ വിഷയത്തിന്റെ മേൽ എന്റെ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങാൻ പോവാ. ഉത്കണ്ഠ വന്നവന്റെ വായി നീ വാക്ക് കേൾക്കണം. ഉത്കണ്ഠയുള്ളവരുടെ വായി നീ വാക്ക് പുറപ്പെടണം. എന്നോട് സത്യം ചെയ്ത, എന്നെ വിളിച്ച, എന്റെ തലമുറയ്ക്ക് വാഗ്ദത്തം കൊടുത്ത, എന്റെ ദേശത്തിൽ എന്റെ സഭയ്ക്ക് വാഗ്ദത്തം തന്ന എന്റെ ദൈവത്തിന്റെ ദൂതൻ നമുക്ക് മുന്നേ ഇറങ്ങാൻ പോവുകയാ.